ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമാണെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ. സംസ്ഥാനത്തെ സഹായിക്കുവാൻ അധിക ഫെഡറൽ ഫണ്ടുകളും വിഭവങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വൈറ്റ് ഹൌസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി സ്ഥിതിഗതികൾ വിലയിരുത്തി. കാലിഫോർണിയയിലെ കാട്ടുതീയെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു. ലോസ് ആഞ്ചലസിലെ ആളുകൾ ഒരു പേടി സ്വപ്നത്തിലൂടെയാണ് ജീവിക്കുന്നതെന്നും അഗ്നിശമന സേനാംഗങ്ങളെ ഹീറോകൾ എന്ന് വാഴ്ത്തുന്നതായും ബൈഡൻ പറഞ്ഞു. കാലിഫോർണിയയിലെ ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ അഭ്യർത്ഥന പ്രകാരം ആദ്യത്തെ 180 ദിവസത്തേക്ക് ദുരന്തത്തെ നേരിടുന്നതിനുള്ള ചെലവിന്റെ 100% സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച ഷെഡ്യൂൾ ചെയ്തിരുന്ന തന്റെ അവസാന വിദേശയാത്രയായ ഇറ്റലി സന്ദർശനം ഒഴിവാക്കിയാണ് ബൈഡൻ വാഷിംഗ്ടണിൽ തങ്ങുന്നത്. കാലിഫോർണിയയിലെ 6 ഇടത്താണ് തീ പടർന്നു പിടിച്ചത്. സാന്റാമോണിക്കയ്ക്കും മാലിബുവിനുമിടയിൽ പാലിസാഡസിലുണ്ടായ തീപിടുത്തത്തിൽ 15,000 ഏക്കറോളമാണ് കത്തിനശിച്ചത്. ഇവിടെ 1% പോലും തീ അണയ്ക്കാനായില്ല. സാൻ ഗബ്രിയേൽ മലനിരകൾക്ക് കീഴെ ഈറ്റൻ മേഖലയിലായിരുന്നു രണ്ടാമത്തെ തീപിടുത്തമുണ്ടായത്. മേഖലയിൽ 10,600 ഏക്കറിലധികം തീ പടർന്നു. 1000-ലധികം കെട്ടിടങ്ങൾ നശിച്ചു. 5 പേർ കൊല്ലപ്പെട്ടത് ഈ പ്രദേശത്താണ്. നഷ്ടം $50 മില്യൺ അനുമാനം. സാൻ ഫെർണാണ്ടോയുടെ വടക്ക് ഹർസ്റ്റ് മേഖലയിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. 850 ഏക്കറോളമാണ് ഇവിടെ കത്തിയമർന്നത്. വുഡ്ലി പാർക്കിനോട് ചേർന്നാണ് 4ാമത്തെ തീപിടുത്തമുണ്ടായത്. വെന്യൂറ കൗണ്ടിയിലെ ഒലിവാസിലെ തീപിടുത്തമാണ് 5ാമത്തേത്. ആക്ടൺ പ്രദേശത്തെ ലിഡിയ മേഖലയിലും തീപിടുത്തമുണ്ടായി. ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട തീപിടുത്തമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ അപകട മേഖലയിലാണ്. പല താരങ്ങളുടെയും വീടുകൾ കത്തിപ്പോയി. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റാന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിൽ. തീ അണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചലസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി.